ഈ പേര് ഓൾറെഡി നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ യങ് ആയിരുന്നപ്പോഴേ എനിക്ക് ഒരു ബോയ് ബേബി ജനിച്ച ഓം എന്ന് പേരിടണം എന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഓം, അതായത് എന്റെ പ്ലാൻ. പക്ഷേ പിന്നീട് ആയപ്പോഴത്തേക്കും ഓം വന്നു കഴിഞ്ഞാൽ അത് ആരെങ്കിലും സ്കൂളിൽ കളിയാക്കോ എന്നൊക്കെ എനിക്കൊരു ഫോട്ടോ. കാരണം ഇപ്പം ഇൻ കേസ് ഇപ്പോൾ ഞാനാണെങ്കിൽ അശ്വിൻ്റെ അടുത്ത് പറയുന്നതോട് ഒന്ന് ആലോചിച്ച് നോക്കി, ഇവന്റെ പേര് നമ്മൾ ഓം ഗണേഷ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ OMG എന്ന ആൾക്കാർ ഷോർട്ട് ഫോമിൽ വിളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കോമഡി ആയിട്ടൊക്കെ പറയുമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ഈ ഓം വരുന്ന എന്തെങ്കിലും പേരുണ്ടോ എന്നും കൂടെ അന്വേഷിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ തപ്പിയാണ് നിയോം എന്നുള്ള പേര് കണ്ടുപിടിച്ചു. അതാകുമ്പോൾ വീട്ടിലെനിക്ക് ഓമി എന്നും വിളിക്കാലും, അതിപ്പോ ഗേൾ ആണെങ്കിലും ഞാൻ വീട്ടിൽ ഓമി എന്ന് വിളിക്കാനൊരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഓസി ആണല്ലോ, അതുകൊണ്ട്. പക്ഷെ ഇതിപ്പോ ഞാൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത പോലെ ബോയ് വന്നു, നിയോം ഇട്ടു, ഓമിയാക്കി, ആ ഒരു സെറ്റപ്പ് ആയി. എല്ലാവർക്കും ആ പേര് ആദ്യം കേട്ടപ്പോൾ കുറച്ച് എന്റെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ചോദിച്ചു, അതൊരു നിയോൺ എന്നൊക്കെ പോലെ ഇല്ലേ, അത് കുറച്ച് വിയേർഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ എല്ലാരും വിളിച്ച് ഇപ്പൊ എല്ലാരും ആ പേര് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയായി പറഞ്ഞ പേരങ്ങ് ഹിറ്റായി.